ഇമ്മാൻ്റെ സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കും? ഇമ്മ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഷെറിൻ്റെ സ്വഭാവം താനെ ശരിയായിക്കോളും. അല്ലാതെ ഇതുപോലെ ഓരോ പ്രശ്നങ്ങളായിട്ട് എന്നും പ്രശ്നങ്ങളാവും. ആദി, ആഹാ, കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുകയാണല്ല. അഫ്സലൊക്കെ ഇതുവരെ വന്നില്ലേ? ഇല്ല, അഫ്സലക്ക് വന്നിട്ടില്ല. അഫ്സലക്ക് ഏതോ കൂട്ടുകാരൻ്റെ ഉപ്പ വയ്യാതെ എടുക്കുന്നുണ്ട്, അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു. വൈകിട്ട് എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ന് രാത്രി കാത്താൽ മതി. ഇപ്പം അടുത്ത നേരത്തെ ഒന്നും വരവുണ്ടാവില്ല. പ്രത്യേകിച്ച് കമ്പനിക്കാരെ കിട്ടിയിട്ടുണ്ടെങ്കിലേ അഫ്സലക്ക് അവരെ കൂടെ തന്നെ ആവും. പിന്നെ കെട്ടിയോളെയും പിണക്കൊക്കെ തീർന്നു തോന്നണ്. അതിനല്ലെങ്കിൽ എനിക്ക് അഫ്സലിക്കാനോട് പിണക്കൊന്നുമില്ലല്ലോ. ആള് ഫോൺ വിളിച്ചിട്ട് ആ ഒരു ദേഷ്യത്തിൽ സംസാരിച്ചില്ലേ, അതിൻ്റെ ഒരു ഇതുള്ളൂ. അഫ്സലക്ക് ആയതുകൊണ്ട് അത്ര പറഞ്ഞിട്ടുള്ളൂ. കാരണം കുട്ടി നല്ല കാര്യമാണല്ലോ അവിടെ ചെയ്ത് വെച്ചത് പോയത്. എന്താ പറച്ചില്. ഇമ്മ വീണ്ടും കറി ഉണ്ടാക്കിച്ചില്ലേ? ഷെറിത്തെ അടുക്കള കിടന്നിട്ട് നല്ലോണം പെടാപ്പാട് പെടുന്നതേ ഞാൻ കണ്ട്. എന്തോ ഒരു കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കണല്ലോ. അതിൽ ഇനി ഉൾപ്പെടുത്തിക്കണല്ലോ. എന്താണ്? അതെന്തെങ്കിലും ആവട്ടെ. ഈ ഭക്ഷണം കഴിക്കാം നമുക്ക്. എടി റിനോ, ഞാൻ ഉമ്മാനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ചിലപ്പോൾ ഉമ്മാൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നാലാ. എടി, ഇതിപ്പോൾ എന്നും ഇങ്ങനെ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അഫ്സലിക്കാക്കും തന്നെ അതൊരു ഇടങ്ങറാവും. എന്ന് ഈ ഒരു വീട്ടിൽ ഞാൻ കാരണം പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും തന്നെ എന്തോ പോലെ. ഞാൻ ഇങ്ങനെ നല്ല ആഗ്രഹിച്ചിരുന്നു എൻ്റെ ജീവിതം. ഇത് ഫസ്റ്റത്തെ ജീവിതം പിന്നെ എനിക്കറിയാല, അതങ്ങനെ ആയിപ്പോയി. പിന്നെ അഫ്സലൊക്കെ വിളിച്ച് സംസാരിച്ച് കല്യാണത്തിനൊക്കെ ഓക്കെ ആയതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ നല്ല ചിന്തിച്ചിരുന്നത്. ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഈ സ്വത്തിൻ്റെയും പണ്ടത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പിന്നെ രണ്ടാം കെട്ടിൻ്റെ പേരിലും ഒക്കത്തിൻ്റെ പേരിലും ഓരോരോ ഇഷ്യൂ വന്നത്. ഇമ്മാനോടൊന്ന് ഞാൻ സംസാരിച്ച് നോക്കട്ടെടി. ഇമ്മ ശരിയായിട്ടുണ്ടെങ്കിൽ ഷെറി ശരിയാവും. പിന്നെ ഉമ്മാക്കിന്നെ മനസ്സിലാവാതിരിക്കൂല. ഇടയ്ക്കൊക്കെ ഇമ്മന്നെ നല്ല സ്നേഹത്തോടുള്ള നോട്ടം നോക്കണതേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇടം കണ്ടിട്ട് നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇമ്മ പുറത്തുള്ള ദേഷ്യം തന്നെ ഉള്ളൂ എന്നാണ്, ഉള്ളിൽ ഇല്ല എന്നാണ്. എനിക്ക് ഉമ്മാനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ആളൊരു പാവാണടി. വെറും പാവല്ല, പച്ച പാവാണ് ആള്. ഇതുപോലത്തെ ഒരു പാവത്തിനെ എനിക്കറിയൂല. ആള് പുറത്തേക്കുള്ള ദേഷ്യം കാട്ടിലാണ്. അത് നമുക്ക് നല്ലോ അറിയാലോ. ഉള്ളിലും ഉമ്മാൻ്റെതൊന്നുമില്ല. പിന്നടി എന്തപ്പം ഇങ്ങനെ ആയിന്ന് വെച്ചാൽ ചെറുത്താൻ്റെ കുത്തിത്തിരിപ്പും എല്ലാം കൂടി ഇങ്ങോട്ട് ആയിപ്പോയതാണ് ഉമ്മ. അല്ലാതെ വേറൊന്നുമല്ല. ഉള്ളിൽ ആള് പാവാണ്, പുറത്തേക്ക് തന്നെ ആൾക്ക് ഈ ദേഷ്യമുള്ളൂ. എന്ത് ചെയ്യാനാ? ചെറുത്താൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. അതിന് അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുകയാണ്. അതൊരു കാലത്ത് നേരാവില്ല തോന്നുന്നു. ഇങ്ങനൊന്നും ആയിരുന്നില്ലടി ചെറുത്തി ഞാൻ നല്ല കൂട്ടായിരുന്നു. ആള് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആളെ സ്വഭാവം ഇങ്ങനെ മാറി മാറി വന്നത്. എന്നും ഉമ്മാനോട് ഭയങ്കര ദേഷ്യവും ഇപ്പാനോട് ദേഷ്യവും അഫ്സൽഖാനോട് ദേഷ്യവും. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഷെറിത്തിനോടൊന്നും പറയൂല. പിന്നെ പെട്ടെന്ന് കല്യാണം ശരിയായി അങ്ങനൊക്കെ. അപ്പം പിന്നെ അധികം ദേഷ്യവും വാശിയും ഒരു തരം കുശുമ്പോ എല്ലാം കൂടി വന്ന് അറിയില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, ഞങ്ങൾ ആ പണ്ടത്തെ കൂട്ട് അതേപോലെ തിരിച്ച് കിട്ടിയിരുന്നെങ്കിലെന്ന്. ഷെറിത്താക്ക് എന്നോടുള്ള സ്നേഹവും നല്ല രസമായിരുന്നു ഈ വീട്ടിലെ എല്ലാവരും കൂടി. പക്ഷെ ഷെറിത്ത മാറിയതോടെ എല്ലാവരും മാറി. മാറ്റിയെടുക്കാതെ നമുക്ക് ഷെറീനെ പതുക്കെ മാറ്റിയെടുക്കാം. ഞാൻ ഉറപ്പ് പറയണേ, നമ്മുടെ ഷെറീനെ നമുക്ക് ഞാനുള്ളൊരു നാത്തൂനാക്കി മാറ്റിയെടുക്കും ഞാൻ. അത് ഉറപ്പാണ്. ശരിയാവേക്കാരം. ഇന്ത്യൻ പ്രതീക്ഷ തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഷെറിത്താനെ ശരിയാക്കി എടുക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഷെറിത്ത സ്വയം ശരിയാവും എന്നുള്ളത്. നടക്കട്ടെ എല്ലാം അതുപോലെ. ഈ വാടി ഭക്ഷണം കഴിക്കാൻ എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ് കേട്ടോ. അവളും എനിക്ക് അത്ര നല്ല ചേർച്ചല്ല തോന്നുന്നല്ലേ. അവൾ ഇന്ന് ഉമ്മാനോട് അടുക്കളയിൽ ഞാൻ പറഞ്ഞത് കേട്ടതാണ്. ആ കോന്തനെ കൊണ്ട് കെട്ടിക്കണ്ടിരുന്നില്ല, ഒരു ജായി സ്വഭാവമാണ് എന്നൊക്കെ. ഞാൻ ഒരു ദേഷ്യമാണ് എന്നോട് വന്ന് ഒതുക്കണു, ഒന്നും പറയാൻ പറ്റൂല. എന്തായാലും ഞാൻ മാറ്റിയെടുക്കും അവളെ. പക്ഷെ ആദ്യം നമ്മളെ ഉമ്മാനെ നമ്മൾ കൈക്കലാക്കണം.
അല്ലാതെ മോളെ ഒരു രക്ഷയില്ല. ആദ്യം ഈ ഞാൻ പറഞ്ഞെന്ന് പറയരുത് കേട്ടോ. ഇതിനെ പറ്റി ചോദിക്കൊന്നും വേണ്ട. നമ്മളെ ഷെറിത്താക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. പക്ഷെ ഇവിടെ ഉമ്മാക്കും ഇപ്പാക്കും ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. ആളെ വീട്ടുകാർ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആൾ കുറച്ച് തരികിടയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പി അഫ്സലിക്കൊക്കെ പറഞ്ഞ് അത് വേണ്ടാന്നുള്ളത്. പക്ഷെ അളിയന് പാവാണടി. ഷെറിത്താനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഷെറിത്ത അവിടെ തീരെ നിൽക്കൂല, അവിടെ പണിയൊന്നും എടുക്കൂല. ഷെറിത്താക്ക് വേണ്ടിയിട്ടാണ് അവിടെ വീട്ടുജോലി കാളെ വരെ വെച്ചിക്കണത്. അത്രയും പാവാണ് അവിടുത്തെ ഉമ്മയും ഇപ്പയും അളിയനും എല്ലാവരും. പക്ഷെ ഷെറിത്ത മാത്രമേ അതിന് മനസ്സിലാക്കണില്ല. പിന്നീട് ഈ ഞാൻ പറഞ്ഞെന്ന് പറയരുതിട്ടാ. പൊന്നു മോളെ എൻ്റെ കഴുത്തിറക്കും. ഇപ്പം അവർ തമ്മിൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല തോന്നണ്. എന്നാലും അളിയനോ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഷെറിത്താക്ക് കഴിയണില്ല. അതീ പറഞ്ഞ മാതിരി ശരിയാവേക്കാരം. ഞാൻ സംസാരിക്കട്ടെ ഉമ്മാനോട്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞാൻ തീർത്തരാം. വേണ്ട, ഈ സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം ഉമ്മാനോട്. ഈ സംസാരിക്കുമ്പോഴേ ഇമ്മ കരുത് ഞാൻ എന്നെ പറഞ്ഞയച്ചതാണ് എന്നുള്ളത്. ഞാൻ സംസാരിച്ചോളാം. ആ, അത് ശരിയാണ് ഈ പറഞ്ഞത്. ഈ എന്നെ പറഞ്ഞയച്ചതിനെ കണ്ട് ഇവിടെ പ്രശ്നം വേറെ ആവും. എന്നാ വേണ്ട, ഈ എന്നെ കൈകാര്യം ചെയ്തോ. പിന്നെ ഇന്ന് നമ്മളെ വല്യമ്മ വരുന്നുണ്ട്. വല്യമ്മ? എടീ, വല്യമ്മാണ് ഞാനന്ന് കല്യാണത്തിൻ്റെ അന്ന് കണ്ടതാണ്. ആളെങ്ങനെയാണ്? സ്ട്രോങ് ആണോ? വല്യമ്മ പാവാണടി. ആള് ആദ്യം കുറച്ചൊക്കെ ഒരു മുൻചാട്ടും ഇതൊക്കെ ഉണ്ടാവും കേട്ടാ. പക്ഷെ ആള് പാവാണ്, ഡീസൻ്റ് ആണ്. ഞാൻ ഇമ്മാൻ്റെ മാരിക്കും ഷെറിത്താൻ്റെ മാരിക്കൊന്നും ചാടിക്കളിച്ച് ചൂടാവണ അങ്ങനത്തെ ആളൊന്നല്ല. നമ്മളായിട്ട് കട്ടക്ക് നല്ല കമ്പനിക്ക് നിൽക്കും. നോക്കിക്കജി. എടി, ഇക്കുണ്ടടി ഒരു വല്യമ്മ, പഞ്ചപാവാണ് മോളെ. ആള് പഞ്ചപാവം എന്ന് വെച്ചാൽ പഞ്ചപാവാണ്. എൻ്റെ അഫ്സലിക്കാനെ കെട്ടാൻ വരെ കാരണേ വല്യമ്മാൻ്റെ മോട്ടിവേഷനാണ്. ആളെ പിന്നെ മൂത്തമ്മ കൊണ്ടുപോയി. വല്യമ്മക്ക് വയ്യാതായി, കാലൊക്കെ ഭയങ്കര വേദന. ആള് പിന്നെ കെടുപ്പിലായി. കല്യാണത്തിൻ്റെ അന്ന് വന്നുകൊണ്ടാണ് പോയതാണ്. മൂത്തമ്മനെ കൊണ്ടുപോയത് ഇമ്മക്ക് ഒറ്റയ്ക്ക് നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. ഞാനന്ന് കണ്ടിരുന്നു, എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് കണ്ടിരുന്നു എൻ്റെ വല്യമ്മാനെ. അന്ന് ഞങ്ങൾ കുറേ സംസാരിച്ച്. ഇക്കും എൻ്റെ വല്യമ്മാനെ നല്ല ഇഷ്ടമായി. നെയ്യുവാ ഭക്ഷണം കഴിക്കാം. ആടി, ഭക്ഷണം കഴിക്കാൻ ഞാൻ വേറെ അയ്യ അങ്ങോട്ട് ചെല്ലേ. അഫ്സലൊക്കെ വന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് വെച്ചിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഇരുത്തയ്യോടെ ഇരിക്കേണ്ടി വരും. മൂപ്പരാൾ ഇപ്പം തന്നെ ഒന്നും വരൂല. പ്രത്യേകിച്ച് കൂട്ടുകാരന്മാരെ കൂടെ പോയിക്കണത്. കൂട്ടുകാരന്മാരെ കിട്ടിയിട്ടുണ്ടെങ്കിലേ എൻ്റെ കെട്ടിയോനിക്കേ ലോകം കാണൂല. അങ്ങനത്തെ ഒരു സാധനമാണ്. കുടുംബം ഇല്ല, ഒന്നുമില്ല, വെറും കൂട്ടുകാരന്മാര്. അതാണ് ലോകം എന്ന് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ്. ഇമ്മാനെ മാറ്റിയെടുക്കാൻ എന്താ മാർഗം? ഉമ്മാനോട് സംസാരിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശരിയാവൂല. ഈ മനുഷ്യൻ അവിടെ പോയി കിടക്കാണ്. കുറേ നേരമായി പോയിട്ട്. ചോറിനാ ടൈം ആയിക്കണല്ല. ഇതിന് ചോറും കഞ്ഞൊന്നും വേണ്ടിയിരിക്കും. അങ്ങാടിക്ക് അങ്ങോട്ട് പോയ ഇങ്ങോട്ട് ഈ പെരൻ്റെ ഉള്ളത്തെ ഒരു ചിന്ത ഈ മനുഷ്യനിക്കില്ല. ഇമ്മ വരും, ഭക്ഷണം കഴിക്കുക. ഞാൻ വന്നോണ്ട് ഇജ്ജ് പോയി തിന്നാ നോക്ക്. ആ കറിയൊക്കെ നല്ലപോലെ നേരാക്കി വെച്ചിക്കണ. എല്ലാത്തിലും ഉപ്പും മുളകും ഒക്കെ വാരിട്ട് വെച്ചിട്ടുള്ളൂ. ആ അമ്മ, കറി ഒക്കെ ഞാൻ ശരിയാക്കിയിരിക്കണേ. നിങ്ങൾ വരും, ഭക്ഷണം കഴിക്കുക. ഞാൻ തിന്നോണ്ട് ആദ്യ ഇജ്ജ് ചെല്ലാൻ നോക്ക്. ഞാൻ ഒപ്പം എന്നോട് തിന്നോണ്ട്. വരിമ്മ, നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കുക. എൻ്റെ വള്ളമേ നടക്കാൻ നോക്ക്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തിന്നുമ്പോഴേ അത് മനസ്സിനൊരു റാഹത്താണ്. ഇപ്പം അപ്പോത്തിന് വന്നോളൂ. ഞാൻ ടേബിളിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തേക്കാം. ഞാൻ വന്നോണ്ട് എന്നല്ലേ പറഞ്ഞത്. ഇന്നൊരു സുഖമില്ലാതെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യണ. ഇജ്ജ് വല്ലാതെ ഇന്നെ സോപ്പിങ് കിട്ടുകാണ്ടേ മയക്കണ്ട. ഞാൻ അങ്ങനെ മയങ്ങൂലട്ടാ. വേറെ ആളെ നോക്ക്. ഞാൻ സോപ്പിടല്ല ഉമ്മ. ഞാൻ എൻ്റെ ഉമ്മാനെ പോലെ കണ്ടിട്ടല്ലേ പറയണത്. ഞാൻ എന്ത് തെറ്റാ ചെയ്ത ഉമ്മ? ഇമ്മനൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ഇമ്മാൻ്റെ മോനല്ലേ എന്നെ പെണ്ണ് കാണാൻ വന്നതും ഇഷ്ടപ്പെട്ടതൊക്കെ. നിങ്ങളെ മോൻ ഇഷ്ടപ്പെട്ടതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്യാനമ്മ? നിങ്ങൾ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ സത്യം പറഞ്ഞാൽ അഫ്സലിക്കാൻ്റെ കൂടെ നല്ലപോലെ ജീവിക്കാൻ എനിക്ക് തോന്നണില്ല. ഇമ്മാക്ക് ഒരു കാര്യം അറിയാം, ഞങ്ങളിതുവരെ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയിട്ടില്ല. അഫ്സലിക്കാനോട് ഞാനാ പറഞ്ഞത്, വീട്ടിലെല്ലാ പ്രശ്നങ്ങളും തീർന്ന് സന്തോഷത്തോടെ ആകുമ്പോൾ നമുക്ക് മതിയൊരു ജീവിതം എന്നുള്ളത്, അതുവരെ വേണ്ട എന്നുള്ളത്. എന്തിനാ അമ്മനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അറിഞ്ഞുകൊണ്ട് ഞാൻ അമ്മക്കൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് എന്തിനാ അമ്മ? എൻ്റെ മന പോലെയല്ല ഞാൻ മന കണ്ടിട്ടുള്ളൂ. അമ്മക്കറിയോ, ഞാൻ എപ്പോഴും പറയും ദാരിദ്ര്യം പിടിച്ച വീട്ടിലെ പെണ്ണാണ് ഞാൻ. അതെ അമ്മ, ഞാൻ ദാരിദ്ര്യം പിടിച്ച വീട്ടിലെ പെണ്ണ് തന്നെയാണ്. അമ്മക്കറിയാം, ചെറുപ്പത്തിൽ എൻ്റെ ഒപ്പമ്മാനെ പൊന്നു പോലെ നോക്കിയെന്നാൽ ഇപ്പൊ പറയാല ഉമ്മാനോട് എപ്പോഴും എവിടേക്കും കൂടെ കൊണ്ടുപോകും എന്നെ ഞാനെന്നുള്ളത്. ഞാൻ ഒരിക്കലും ഒറ്റപ്പെടുത്തൂല, എന്നെ കൂടെ കൊണ്ടുപോകും ഞാനെന്നുള്ളത്. എന്നെ ആർക്കും തട്ടി കളിക്കാൻ കൊടുക്കൂല എന്നുള്ളത്. ഇമ്മനോട് ഒരു ദിവസം എല്ലാ കഥകളും പറയുക ചെയ്തത്. ഞങ്ങളെ മൂത്താപ്പാനി ഞങ്ങൾക്ക് എങ്ങനെ കിട്ടിയതെന്ന് അറിയാം. ഞങ്ങളെ ട്രെയിനിന് തല വെക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. ഇപ്പൊ പെട്ടെന്ന് മരിച്ച് ഞങ്ങൾക്ക് ആരും ഇല്ലാതായി പോയി. ഇമ്മാക്കാണെങ്കിലും പുറത്ത് പോയി ജോലി ചെയ്തിട്ടുള്ള ശീലമില്ല. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ പെരയൊക്കെ കൊടുന്ന് വെച്ച് കൊടുത്തിട്ടേ പുറത്തേക്ക് പോയിട്ടുള്ള ശീലമില്ല. ഇപ്പൊ അങ്ങനെയാണ് ഉമ്മനെ നോക്കിയത്. മോളമ്മ അങ്ങനെ ഞങ്ങളെ രക്ഷിച്ചെടുത്തതാണ് മൂത്തമ്മി. പിന്നെ ഇമ്മ മൂത്തമ്മാനി അങ്ങനെ വിളിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളും വിളിച്ചു തുടങ്ങി. മൂത്താപ്പി തന്നെ ഇതുവരെ ഞങ്ങളൊന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. പട്ടിണി കിടന്നിട്ടുണ്ട് ഉമ്മ, ദാരിദ്ര്യം നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാളെ മനസ്സ് വേദനിപ്പിക്കണമെന്നോ അങ്ങനൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഇമ്മ എന്നോട് ഇങ്ങനെ മുഖം കറുത്തിരിക്കുമ്പോളേ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമാവും അമ്മ. ഇക്കിന്നെ ഷെറിന് എന്ത് കാട്ടിയാലും പ്രശ്നമില്ല. പക്ഷെ ഇമ്മയും കൂടി അവളെ കൂടെ കൂടിങ്ങാണ്ട് ഓരോന്ന് പറയുമ്പോൾ അഫ്സലിഖാന്റെ കൂടെ ജീവിക്കാൻ തന്നെ എനിക്ക് ബോധ്യമാവണില്ല. ഇപ്പോഴും ഞങ്ങോട്ട് വന്നത് ഇമ്മാന്റെ മോൻ നിർബന്ധിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങോട്ട് വരൂലമ്മ. സത്യം പറഞ്ഞത്, ഇമ്മ ഇന്നെ ഇഷ്ടപ്പെടാതെ ഇമ്മാന്റെ മോനെ ഞാൻ ഒരിക്കലും തട്ടിയെടുത്തിട്ടില്ല. ഇമ്മാക്ക് എന്നെ ഇഷ്ടപ്പെടാതെ എങ്ങനെ ഉമ്മ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് നല്ല സുഖത്തിൽ ജീവിക്കല്? അങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് വേണ്ടമ്മ. ഇമ്മാക്കറിയാം ഷെറിൻ്റെ രണ്ടാം കെട്ടുകാരി എന്ന് വിളിക്കുമ്പോളേ സങ്കടം തന്നെയാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നു ഒരു ഉമ്മ, ദ്രോഹിക്കാൻ മാത്രം അറിയുന്ന ഉമ്മയായിരുന്നു. അതുപോലായിരുന്നു മോനും. എന്നെ ദ്രോഹിച്ചിട്ടുള്ള ഉമ്മ. എന്നെ ഒരിക്കലും അവരെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ശ്രമിക്കാന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ അവിടെ പിടിച്ചു നിൽക്കുമായിരുന്നു. ഒരിക്കൽ പോലും അഫ്സലിക്കാന്റെ ജീവിതത്തേക്ക് ആദ്യം വരൂലായിരുന്നു. പക്ഷെ